ഹലോ ഗൈസ്. അപ്പം ഭരതനാട്യം ടു മോഹിനിയാട്ടം സൈജു ഗ്രൂപ്പിൻ്റെ പുതിയ മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടെന്ന് നിൽക്കാം. I could do this all day, I could do this all night, all month, all year for my... ഗൈസ്, നമ്മൾ ആ മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു കോമഡി ത്രില്ലർ മൂവിയാണെന്ന് പറയാം. ഭയങ്കര ഫൺ പാക്ഡ്. നമ്മൾ മൂവിയുടെ ആദ്യം മുതൽ അവസാനം വരെ ചിരിക്കാൻ വേണ്ടിയുള്ളൊരു ത്രില്ലിങ് നൽകുന്ന ഒരു മൂവിയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന് പറയുന്നത്. നമ്മുടെ സൈജു കറുപ്പിൻ്റെ മൂവി. കിട്ടില്ല ഒരു മൂവി. ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, മൂവി ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ പേസ്ഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അത് ആ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സെക്കൻഡ് ഹാഫ് ഒക്കെ കത്തിക്കയറാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. സോ ഫസ്റ്റ് ഹാഫ് ഒരു സ്ലോ പേസിൽ പോകുന്ന ഒരു സ്റ്റോറിയാണ്. അതിൽ നമുക്ക് മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഭരതനാട്യം 1 കുറച്ച് കഥ ഇതുവരെ എന്ന് പറഞ്ഞ ഒരു സീക്വൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് എടുത്തു പറയേണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ സൈജു ഗ്രൂപ്പിന്റെ ടൈറ്റിൽ കാർഡ്. അത് നമ്മുടെ രജനികാന്തിന്റെ സ്റ്റൈലിലുള്ള ഡോട്ട് 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 എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ടൈറ്റിൽ കാർഡാണ് സൈജു ഗ്രൂപ്പ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ നമുക്ക് കാണുമ്പോൾ പെട്ടെന്നൊരു ചിരിക്കാനുള്ള ഒരു സംഭവം വരും. സോ മൂവി എൻറ്റയർലി ഒരു കോമഡി ത്രില്ലർ മൂവിയാണ്. അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു റോളാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും അതിൽ കാണിക്കുന്ന സ്ക്രീൻ പ്രസൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ഒരു സ്ക്രീൻ പ്രസൻസും ഉണ്ട്. സോ നല്ലൊരു കിട്ടില്ലൻ കോമഡി മൂവിയാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് നമുക്ക് കുറച്ചൊരു സ്ലോ പേസിൽ ആ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്ത് വരുന്നതാണ്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ ഈ ബിൽഡ് ചെയ്ത സ്റ്റോറിന് കുറച്ചുകൂടെ ഒരു ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന കുറേ കോമഡി ആഡ് ചെയ്ത് കുറച്ച് ത്രില്ലർ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് അങ്ങനെയൊക്കെ വരുന്ന സംഭവമാണ് സെക്കൻഡ് ഹാഫ്. ക്ലൈമാക്സ് വരുമ്പോൾ അവിടെ കുറേ സ്ഥലത്ത് കോമഡിയും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ ട്വിസ്റ്റുകളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ടൈപ്പ് ഓഫ് ട്വിസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. സോ ഇതിൽ എടുത്തു പറയേണ്ട ക്യാരക്ടർ ഒന്ന് സൈജു കുറുപ്പും രണ്ടാമത്തത് വെഞ്ഞാറമൂട് സുരാജുമാണ്. രണ്ടുപേരും കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. വെഞ്ഞാറമൂട് സുരാജിൻ്റെ കുറച്ച് സീക്വൻസുകൾ മാത്രമേ വിത്ത് ഡയലോഗ് ഉള്ളൂ. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത് കഴിഞ്ഞ പുള്ളിക്ക് ഡയലോഗൊന്നും ഇല്ല അങ്ങനത്തെ. സോ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആരൊക്കെ നോക്കാം. സൈജു കുറുപ്പാണ് അഭിനയിച്ചിരിക്കുന്നത്. പുള്ളിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതെന്നും തോന്നുന്നു. പുള്ളി പ്രൊഡ്യൂസറാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പുള്ളിയുടെ പ്രൊഡക്ഷൻ കമ്പനി എന്തോ ആണ് ചെയ്തിരിക്കുന്നത്. സോ സൈജു കുറുപ്പ് നല്ല കിട്ടിലുമായിട്ട് ചെയ്തിട്ടുണ്ട്. ഭരതനാട്യം 1 ഞാൻ കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് അതിനേക്കാൾ മുകളിലുള്ള ഒരു കോമഡി മൂവിയാണെന്ന് നമുക്ക് പറയാം. നമുക്ക് ഫസ്റ്റ് തൊട്ടേ അങ്ങ് ചിരിയാണ്, ലാസ്റ്റ് വരെ ചിരിക്കാനുള്ള എല്ലാ സംഭവമുണ്ട്. സുരാജ് വെഞ്ഞാറമ്മൂട് പുള്ളിക്ക് ഒരു കുറച്ച് സീക്വൻസേ ഉള്ളൂ, പക്ഷെ പുള്ളി നല്ല കിട്ടിലുമായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയലോഗ് ഡെലിവറിയുള്ള സീക്വൻസുകൾ. പിന്നെ മറ്റൊരു ക്യാരക്ടർ എടുത്ത് പറയേണ്ടത് ബേബി ജീനാണ്. നമ്മുടെ മലയാളത്തിലെ റാപ്പർ ബേബി ജീൻ. പുള്ളിക്ക് നല്ലൊരു കിടിലൊരു റോളാണ് എടുത്തിരിക്കുന്നത്. ഫുൾ ടൈം ഒരു റോളാണ് എടുത്തിരിക്കുന്നത്. പുള്ളി അത്യാവശ്യം നല്ല കോമഡി ഡെലിവറി ചെയ്തിട്ടുണ്ട് ഈ ഒരു മൂവിയിൽ. അത്രയ്ക്കും നല്ലൊരു ക്യാരക്ടറാണ് പുള്ളിക്ക് കിട്ടിയത്. പുള്ളി അഭിനയിച്ച് തകർത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു ക്യാരക്ടർ വിനയ് ഫോർട്ടിൻ്റെതാണ്. വിനയ് ഫോർട്ടിൻ്റെ ക്യാരക്ടർ ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ പുള്ളിക്ക് കിട്ടിയ ആ ഒരു കുറച്ച് ഏരിയ ആണെങ്കിൽ പോലും നല്ല കിടിലുമായിട്ട് ചെയ്തിട്ടുണ്ട്. ചിരിക്കാനുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ജഗദീഷിനെ പറ്റി അഭിനയത്തിൻ്റെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ പുള്ളിക്ക് കിട്ടിയിരിക്കുന്ന റോള് ഒരു സീരിയസ് ആണ്. ബട്ട് അത് ലാസ്റ്റ് വരുമ്പോൾ കുറച്ചൊന്ന് കോമഡി ആയി പോകുന്നുണ്ട്. നമ്മൾ ഫാലിമി മൂവിയിലൊക്കെ കണ്ട പോലെ സീരിയസും ആണ് ബട്ട് കോമഡിയും ഉണ്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പുള്ളിയൊക്കെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെ ലേഡി ആക്ട്രസ് എടുത്ത് പറയേണ്ടത് കലാരഞ്ജിനിയാണ്. പുള്ളിക്കാരി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ എക്സ്പ്രഷൻ ഇടുന്നതും പുള്ളിക്കാരിക്ക് കിട്ടിയ റോളും നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുണ്ടെന്നൊക്കെ അറിയാം. സോ ഇതിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഉള്ള ആക്ടേഴ്സ് അഭിരാം രാധാകൃഷ്ണൻ, സ്വാതി ദാസ് പ്രഭു, ഇതൊക്കെ സൈഡ് റോൾസ് ആണെങ്കിലും ത്രൂ ഔട്ട് ദ ഫിലിം ഇവർക്ക് എല്ലാവർക്കും നല്ല ഒരു റോളും ഉണ്ട്. ഒത്തിരി സ്ക്രീൻ സ്പേസ് അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ശ്രീജ രവി ഡബിങ് ആർട്ടിസ്റ്റും കൂടെയാണ്. പുള്ളിക്കാരിക്ക് ഫസ്റ്റ് പാർട്ടിലെ പോലെ തന്നെ സെക്കൻഡ് പാർട്ടിലും നല്ലൊരു റോളാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ശ്രുതി സുരേഷ് നമ്മളെ കരിക്കിലൊക്കെ വന്നിട്ടുള്ള ആക്ട്രസ്സാണ്. പുള്ളിക്കാരിക്കും നല്ല കിടിലൊരു റോളും എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള റോളാണ്. എൻറ്റയർ മൂവിക്ക് അവർക്ക് നല്ലൊരു സ്ക്രീൻ സ്പേസും ഉണ്ടെന്ന് തന്നെ പറയാം.
സോ ഇതിൻ്റെ ഡയറക്ടർ കൃഷ്ണദാസ് മുരളിയാണ്. പുള്ളി ഇത് എങ്ങനെ ഈ സ്റ്റോറി ഇത്രയും കോമഡികരമായിട്ട് ബിൽഡ് ചെയ്യുന്നുള്ളത് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. നല്ല കിടിലമായിട്ട് ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നമുക്ക് ഫസ്റ്റ് ഹാഫ് ചിലപ്പോൾ സ്റ്റോറിയിൽ ആ ഒരു ലാഗ്നെസ് ഫീൽ ചെയ്യാം. ബട്ട് ഫസ്റ്റ് ഹാഫിൻ്റെ പകുതി തൊട്ട് മൂവി അങ്ങ് ഭയങ്കര നമ്മൾ ചിരിച്ച് ഒരു പരിവാകുന്ന രീതിയിൽ മൂവി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മ്യൂസിക് ഇലക്ട്രോണിക് ഇല്ലി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ് ചെയ്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫിയുടെ കാര്യം എടുത്ത് പറയുമ്പോൾ ഭയങ്കര ഒരു മേക്കിംഗ് സംഭവം വരുന്നൊരു മൂവിയിൽ ഒരു ക്ലാസിക്കൽ കോമഡി ത്രില്ലർ മൂവി നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ആ ഒരു മേക്കിങ്ങിൽ ചെയ്തിരിക്കുന്ന പടമാണ്. എല്ലാം കൊള്ളാം, നമുക്ക് കുറ്റം പറയാൻ ഒരു സ്പോട്ട് പോലും ഇല്ല. ഫൺ പാക്ഡ് മൂവി. നിങ്ങൾക്ക് അത്യാവശ്യം തിയേറ്ററിൽ പോയിരുന്ന് ചിരിക്കണം, നല്ല ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന, ഒരു വൾഗാരിറ്റിയും പറയാത്ത നല്ലൊരു ഫാമിലി എൻ്റർടൈൻ കോമഡി പടം. ഒത്തിരി നാളായി തിയേറ്ററിൽ ഇങ്ങനെ ഒരു പടം വന്നിട്ട് ഇത്രയും കോമഡി കാണിക്കുന്ന ഒരു മൂവി. സോ ആ ഒരു സംഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഭരതനാട്യം 2 മോഹിനിയാട്ടം ഒരു സൂപ്പർ പടമാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാം. വേറെ ഒരു സംഭവം ഒരു പ്രശ്നവും നിങ്ങൾക്കില്ല. കാരണം ഒരു വൾഗാരിറ്റിയോ ഒരു ഡാർക്ക് ഹ്യൂമറോ അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇല്ലാത്ത വളരെ നീറ്റായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പടമാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. ഇതിൻ്റെ തേർഡ് പാർട്ട് വരുമെന്ന് അറിഞ്ഞൂടാ. തേർഡ് പാർട്ട് വരണമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇത്രയും കോമഡിയൊക്കെ തരുന്ന ഒരു മൂവി തിയേറ്ററുകളിൽ ഇപ്പോൾ അധികം ഇറങ്ങുന്നില്ല. സോ അതെന്തായാലും പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പം ഈ മൂവിക്ക് ഔട്ട് ഓഫ് 5 കോമഡി ത്രില്ലർ മൂവി എന്നുള്ള രീതി വെച്ചിട്ട് ഞാൻ ഏകദേശം ഒരു ഔട്ട് ഓഫ് 5 ഒരു 4.5 ഞാൻ കൊടുക്കുന്നു. കാരണം ഞാൻ ഒത്തിരി നാളായി തിയേറ്ററിൽ ഇത്രയും കോമഡി തരുന്നൊരു മൂവി കണ്ടിട്ട്. സോ അതുകൊണ്ട് തന്നെ ഇത്രയും റേറ്റിംഗ് കൊടുക്കണം. കാരണം ഇനിയും നല്ല നല്ല മൂവീസ് വരും. നിങ്ങൾ ടിക്കറ്റ് എടുത്ത് ധൈര്യമായിട്ട് പോയി ഫാമിലി ആയിട്ടോ കപ്പിൾസ് ആയിട്ടോ എങ്ങനെയാണെങ്കിലും പോയിരുന്നുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് വർത്താണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത്. ഇത് കോമഡി മൂവി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാവും. വേറെ പണ്ടത്തെ ടൈപ്പ് ഒരു കോമഡിയിൽ നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ പോകുന്നത് അങ്ങനത്തെ കുറച്ച് കോമഡികൾ ഈ ഒരു മൂവിയിലുണ്ട്. അത് ചില കോമഡീസ് നമുക്ക് മൂവിയിൽ ഇടുമ്പോൾ അയ്യോ അത് ഇട്ടത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇത് ഒരു ബ്ലെൻഡ് ചെയ്ത് പോകുന്ന തരത്തിലുള്ള കുറേ കോമഡികളുണ്ട്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ മൂവി തിയേറ്ററിൽ പോയി തന്നെ വാച്ച് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു മൂവി റിവ്യൂ ആയിട്ട് കാണാം. അതൊരു ബൈ ഗൈസ്.